CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പിൻഗാമിയായി ഭാര്യ PK ശ്യാമള തളിപ്പറമ്പിൽ മത്സരത്തിനിറങ്ങുമ്പോൾ കണ്ണൂർ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് കൗതുകകരമായ ഒരു കരുനീക്കത്തിലേക്കാണ്. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്ന കുടുംബാധിപത്യ ആക്ഷേപങ്ങളും പാർട്ടി അണികൾക്കിടയിലെ പ്രതിഷേധവും തണുപ്പിക്കാൻ P ജയരാജനെയും MV ജയരാജനെയും തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് പാർട്ടി. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ പേര് ഉയർന്നത് മുതൽ സോഷ്യൽ മീഡിയയിലും പാർട്ടി ഘടകങ്ങളിലും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ അടിയൊഴുക്കുകൾ തടയാൻ മണ്ഡലത്തിന്റെ പ്രത്യേക ചുമതല പാർട്ടിയിലെ കരുത്തരായ P ജയരാജനും MV ജയരാജനും നൽകിയത് തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ശ്യാമളയെ പണ്ട് പരസ്യമായി തള്ളിപ്പറഞ്ഞ നേതാവാണ് P ജയരാജൻ. എന്നാൽ തളിപ്പറമ്പിലെ വലിയൊരു വിഭാഗം അണികൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം വോട്ടായി മാറ്റാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. വിഘടിച്ചു നിൽക്കുന്ന പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ PJ തന്നെ വേണമെന്നാണ് ഗോവിന്ദന്റെ കണക്കുകൂട്ടൽ. സാധാരണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് മണ്ഡല ചുമതല നൽകാറില്ലെങ്കിലും തളിപ്പറമ്പിൽ MV ജയരാജനെ നിയോഗിച്ചിട്ടുണ്ട്. P ജയരാജനെ മാത്രം ചുമതല ഏൽപ്പിച്ചാൽ പ്രചാരണം പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറുമോ എന്ന ആശങ്കയും ഇതിനു പിന്നിലുണ്ടെന്നാണ് സൂചന. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന UDFന് മുൻതൂക്കമുള്ള പേരാവൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ KK ശൈലജയാണ് CPM രംഗത്തിറക്കുന്നത്. ശൈലജയുടെ വിജയമുറപ്പിക്കാൻ കണ്ണൂരിലെ മുഴുവൻ സംഘടനാ സംവിധാനവും പേരാവൂരിലേക്ക് കേന്ദ്രീകരിക്കും. ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, സംസ്ഥാന സമിതി അംഗം വത്സൻ പനോളി എന്നിവർക്കാണ് പേരാവൂരിന്റെ പ്രത്യേക ചുമതല. കരുത്തരായ ഈ നേതാക്കളെ അണിനിരത്തി മണ്ഡലത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് പാർട്ടി തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപേ PK ശ്യാമള മണ്ഡലത്തിൽ നിശബ്ദ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. വ്യക്തികളെ നേരിൽ കണ്ട് പ്രതിഷേധം തണുപ്പിക്കാനാണ് ശ്രമം. പാർട്ടിയുടെ കോട്ടയായ തളിപ്പറമ്പിൽ ഭരണവിരുദ്ധ വികാരമോ ആന്തൂർ വിവാദമോ തിരിച്ചടിയാകാതിരിക്കാൻ സർവ്വസന്നാഹങ്ങളും കണ്ണൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞു.